സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇടത് സർവീസ് സംഘടന കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സെക്രട്ടേറിയറ്റിൽ എന്ത് നടക്കുന്നുവെന്ന് സർക്കാരിന് അറിയില്ലേ എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം. ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ കേസെടുത്ത് പോലീസ്. കണ്ടോൺമെന്റ് സ്റ്റേഷൻ പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇടത് സർവീസ് സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നടപ്പാത കയ്യേറി കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഇതിൽ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഉത്തരവാദികളായവരുടെ പേരുവിവരങ്ങളടക്കം വെളിപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെയും കോടതിയുടെയും ഉത്തരവുകൾ ജനസേവകരായ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പാലിക്കാത്തത് ദയനീയമാണ്. ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തുമ്പോൾ കോടതിക്ക് നോക്കിയിരിക്കാനാവില്ല. ഇത്തരക്കാരെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. തലസ്ഥാന നഗരത്തിൽ സ്വാധീനമുള്ളവർക്ക് എന്തുമാകാമെന്ന ധാരണ വേണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഓർമ്മിപ്പിച്ചു. സെക്രട്ടേറിയറ്റിൽ എന്ത് നടക്കുന്നുവെന്ന് സർക്കാരിന് അറിയില്ലേ കോടതി ചോദ്യമുയർത്തി. സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ളവരാണ് എന്നത് അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്നും ഹൈക്കോടതി പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബോർഡ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും നിയമലംഘനം നിസ്സാരമായി കാണാനാവില്ല. ബോർഡ് മാറ്റിയതിന് എന്ത് ചെലവ് വന്നു, എത്ര പിഴ ഈടാക്കി എന്നതിലടക്കം തിരുവനന്തപുരം കോർപ്പറേഷനും വിശദീകരണം നൽകണം. ജനം, കൊച്ചി.